നടപടിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉള്ളതുകൊണ്ട്. തിരുവനന്തപുരം വെള്ളനാട് ഇന്നലെ ഉണ്ടായ വാഹന അപകടത്തിൽ പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. വെള്ളനാട് സ്വദേശിനി ഗീതാകുമാരിയാണ് മരിച്ചത്. കാൽനട യാത്രക്കിടെ ഗീതയെ ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സ്റ്റെഫൻ വിവരങ്ങളുമായുണ്ട്. സ്റ്റെഫൻ, ഈ അപകടത്തിന്റെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം വാഹനം ഇടിച്ച ശേഷം ഈ മറിഞ്ഞു വീണ് കിടക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാത്തത്. എന്താണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട്, ഈ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? അത്യന്തം ദാരുണമായ സംഭവമാണ്. ഒപ്പം തന്നെ ഒരു ദുരൂഹത ഇതിൽ സംശയിക്കുന്നുണ്ട്. കാരണം ഇന്നലെ പുലർച്ചെ 5:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. വാഹനം ഇടിച്ച ശേഷം അത് നിർത്താതെ പോയി. അത് കൃത്യമായി തന്നെ CCTV ദൃശ്യങ്ങളിലുണ്ട്. ഒപ്പം ഗീതാകുമാരി തറയിൽ വീണ് കിടക്കുന്നതും കാണാം. ഉടൻ തന്നെ അവരെ നാട്ടുകാർ ചേർന്ന് വെള്ളനാട് ആശുപത്രിയിലേക്കും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരുന്നു. ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഗീതാകുമാരി മരണപ്പെട്ടത്. അതോടൊപ്പം ബന്ധുവായ സരസ്വതി ഇപ്പോഴും അത്യാസന്ന നിലയിൽ തന്നെ ആശുപത്രിയിൽ തുടരുകയാണ്. വെള്ളനാട് പോലീസ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. CCTV ദൃശ്യം കേന്ദ്രീകരിച്ചാണ് ബൈക്കിനെ കണ്ടെത്താനുള്ള അന്വേഷണം നടന്നു വരുന്നത്. ഇന്നലെ പുലർച്ചെ പ്രഭാത സവാരിക്കിടെയായിരുന്നു ഈ അപകടം. ഒരു സമീപത്തൊക്കെ വളവുണ്ട്. ആ വളവ് തിരിഞ്ഞ് നടന്നു വരുന്നതിനിടയിൽ അവരെ ബൈക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. അതിനുശേഷം അവർ വീണ് കിടക്കുന്നത് കണ്ടിട്ടും ആ വാഹനം നിർത്താതെ പോകുന്നതും കൃത്യമായ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതിയോ മറ്റോ നൽകിയിട്ടുണ്ടോ ബന്ധുക്കൾ? നിലവിൽ ഏതായാലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കാരണം ഈ ബൈക്കിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. സമീപത്തെ CCTV ദൃശ്യങ്ങളും എടുക്കുന്നുണ്ട് പോലീസ്. അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. സ്ഥിരം ഈ വഴി യാത്ര ചെയ്യുന്നവരാണ് രണ്ടുപേരും, സരസ്വതിയും അതോടൊപ്പം തന്നെ ഗീതാകുമാരിയും. സാധാരണഗതിയിൽ പ്രഭാത സവാരിക്ക് രാവിലെ ഇറങ്ങുന്നവരാണ്. അതിനിടയ്ക്കാണ് ഈ അപകടം ഉണ്ടായത്. ആരാണ് വാഹനം ഇടിച്ചതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അത് കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തുകയാണ്. ആ ദൃശ്യത്തിൽ ഒരു ബൈക്ക് വന്ന് ഇടിച്ചതിന് ശേഷം നിർത്താതെ പോകുന്നതെല്ലാം ഉണ്ടെങ്കിലും നമ്പർ കൃത്യമായി വ്യക്തമല്ല. ഇനി സമീപത്തെ CCTV ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ ടവർ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണത്തിൽ മാത്രമേ പ്രതിയെ പിടികൂടാൻ കഴിയുകയുള്ളൂ. ഏതായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ശരി, AK സ്റ്റെഫനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.